ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ടിപ്സ് ഫോർ യു. നമ്മൾ ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും രണ്ടാമത് ചൂടാക്കി ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. സാധാരണ ചെയ്യാറുള്ള കാര്യമാണ്. എങ്കിൽ രണ്ടാമത് ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണങ്ങളുണ്ട്. അവ ഏതെല്ലാമാണെന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് രണ്ടാമത് ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്ന്. ആദ്യമായിട്ട് മുട്ട രണ്ടാമത് ചൂടാക്കരുത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ വീണ്ടും ചൂടാക്കുമ്പോൾ വിഷകരമായി മാറുകയും ശരീരത്തിന്റെ ദഹന വ്യവസ്ഥയെ തകരാറിലാക്കുകയും ചെയ്യും. രണ്ടാമതായിട്ട് ഇറച്ചി. ഒരു വേവിച്ച ചിക്കനും ബീഫും മട്ടനും രണ്ടാമത് വേവിച്ച് കഴിച്ചാൽ പെട്ടെന്ന് രോഗമുണ്ടാകില്ല, പക്ഷേ ഇത് നിങ്ങളെ മാറാ രോഗിയാക്കി തീർക്കും. ദീർഘകാല അടിസ്ഥാനത്തിലേക്കുള്ള ഒരു രോഗിയായി മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും മീറ്റ് രണ്ടാമത് വേവിച്ച് കഴിക്കാതെ ഫ്രഷായിട്ട് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. മൂന്നാമതായിട്ട് ചീര പോലുള്ള ഇലക്കറികൾ. വലിയ അളവിൽ നൈട്രേറ്റും അയണും അടങ്ങിയിട്ടുള്ള ചീര രണ്ടാമത് ചൂടാക്കിയാൽ നൈട്രേറ്റ് ആയി മാറുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. നാലാമതായിട്ട് കൂണുകൾ വീണ്ടും ചൂടാക്കിയാൽ അത് വിഷമയമായി മാറും. ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കുകയും ദഹന വ്യവസ്ഥയെ തകരാറിലാക്കുകയും ചെയ്യും. കൂണ് രണ്ടാമത് ചൂടാക്കി കഴിക്കാൻ പാടില്ല. അഞ്ചാമതായിട്ട് ചോറ്. നമ്മൾ പതിവായി തന്നെ ഫ്രിഡ്ജിൽ ചോറ് ബാലൻസ് വന്നാൽ എടുത്ത് വെക്കുകയും എടുത്ത് ചൂടാക്കി കഴിക്കുകയും ചെയ്യാറുണ്ട്. ചോറ് വീണ്ടും ചൂടാക്കി കഴിച്ചാൽ ശരീരത്തിന് നല്ലതല്ല. പക്ഷേ ചൂടാക്കാതെ കഴിക്കുന്ന പഴഞ്ചോറ് ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ്. ആറാമതായി കുക്കിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എണ്ണയാണ്. എണ്ണ വീണ്ടും ചൂടാക്കുന്നത് ക്യാൻസർ വരാനുള്ള കാരണത്തെ കൂട്ടുന്നു. അതുകൊണ്ട് എപ്പോഴും പാകം ചെയ്യാൻ ഫ്രഷ് ഓയിൽ തന്നെ ഉപയോഗിക്കുക. ഏഴാമതായി നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന കോഫിയാണ്. കോഫി വീണ്ടും ചൂടാക്കുന്നത് ഭക്ഷ്യവിഷബാധയ്ക്കും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും കാരണമാകും. കോഫിയിൽ ധാരാളം കഫീൻ അടങ്ങിയിരിക്കുന്നു. ഈ കഫീൻ ചൂടാക്കുമ്പോൾ വീണ്ടും വിഷമയമായി മാറും. ആദ്യ തവണ തിളപ്പിച്ചതിന് ശേഷം കുടിക്കുക. പിന്നെ തണുത്താൽ തണുത്ത പടി മാത്രം കുടിക്കുക. വീണ്ടും ചൂടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എട്ടാമതായി പറയുന്നത് പാലാണ്. പാൽ നമ്മുടെ ശരീരത്തിന് എത്ര നല്ല ഗുണങ്ങളാണ് നൽകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ കൊഴുപ്പില്ലാത്ത പാൽ വീണ്ടും ചൂടാക്കി കുടിക്കുന്നത് ദഹന വ്യവസ്ഥയ്ക്ക് നല്ലതല്ല. ആരോഗ്യമുള്ള ശരീരമുള്ളവരായിരിക്കുക എന്നത് നമ്മുടെ മാത്രം കർത്തവ്യമാണ്. അതുകൊണ്ട് എപ്പോഴും ഫ്രഷും ഹെൽത്തിയുമായുള്ള ഫുഡ് തന്നെ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടെ ബെല്ലൈക്കൻ കൂടെ അമർത്തിക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു അടിപൊളി ടിപ്സുമായി വരുന്നത് വരെ വീണ്ടും കാണാം. ബൈ.